കൊടുക്കാനുള്ള പണം ഏതൊക്കെയാണെന്ന് നോക്കുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ DA കുടിശ്ശിക 21,670 കോടി രൂപ, DR കുടിശ്ശിക 14,387 കോടി രൂപ, അതായത് 36,057 കോടി രൂപ. ഈ 36,057 കോടി രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയിട്ടാണ് സർക്കാർ ഇറങ്ങിപ്പോയത്. അതിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് നേടുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ കൊടുത്തില്ല. പക്ഷെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയപ്പോൾ കൊടുക്കേണ്ട ബാധ്യത പുതിയ സർക്കാരിന് വന്നു. അതായത് പിണറായി വിജയൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് നേടാൻ വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ടും കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയ ബാധ്യത ഇനി VD സതീശൻ തീർക്കണം. കരാറുകാർക്ക് 3,431 കോടി രൂപ എന്ന് വെച്ചാൽ കെട്ടുതാലി പണയം വെച്ച് വരെ നമ്മുടെ നാട്ടിലെ ചെറുകിട കരാറുകാർ സർക്കാർ ജോലി ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. അവർക്ക് പണം കൊടുക്കാൻ കിടക്കുന്നത് 3,500 കോടി രൂപ. അവർ റോഡ് പണിതതിനും കുടിവെള്ളം ഉണ്ടാക്കിയതിനും മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരിനെ വിശ്വസിച്ച് ചെയ്തതിന് അവർക്ക് കൊടുക്കാനുള്ള പണമാണ് 3,431 കോടി രൂപ. ഇത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാരണം ചെയ്യിപ്പിച്ചത് പിണറായി അല്ല, സർക്കാരാണ്. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റേഷൻ കടകളിലും മറ്റും അവശ്യ സാധനങ്ങൾ സപ്ലൈ ചെയ്തതിന് അവർ സാധനം വാങ്ങി കൊടുത്തതാണ്. അവർ കടം വാങ്ങി ഇത്രയും സാധനങ്ങൾ വാങ്ങി മനുഷ്യർക്ക് കൊടുക്കുന്നു. അതിന് സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള പണം 2,893 കോടിയാണ്. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തില്ലെങ്കിൽ സപ്ലൈകോ പൂട്ടിപ്പോവും. കരാറുകാർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കിയ വകയിൽ കൊടുത്തു തീർക്കാനുള്ള 2,017 കോടി രൂപ. ഇതൊക്കെ ചെയ്തവർ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത പണമാണ്. അവർക്ക് സർക്കാർ കൊടുക്കാനുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെലവാക്കിയ വകയിൽ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള 1,982 കോടി രൂപ. UGCയുടെ DA ഉണ്ട്. UGC നൽകിയ പണമാണ് 1,500 കോടി രൂപ. സർക്കാർ അധ്യാപകർക്കും മറ്റും കൊടുത്തിട്ടില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വിതരണം ചെയ്ത വകയിൽ 476 കോടി രൂപ കൊടുക്കാനുണ്ട്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് തുക 377 കോടി കൊടുക്കാനുണ്ട്. ഇങ്ങനെ 21,670 കോടി രൂപ ഈ വർഷം തന്നെ സർക്കാർ കൊടുത്തേ മതിയാവൂ. ഇത് പിണറായി കൊടുക്കേണ്ടതായിരുന്നു. ഈ പറയുന്നതൊക്കെ കുടിശ്ശികയുടെ കണക്കാണ്. ഒരു മാസം ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം സർക്കാർ 11,000 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് മുമ്പോട്ട് പോവാൻ. അതായത് പുതിയ സർക്കാർ വന്നു, വരുമാനമൊന്നുമില്ല, കുടിശ്ശിക ബാക്കി കിടക്കുന്നു, പക്ഷെ ദൈനംദിന ചെലവുകൾ നടത്തണമല്ലോ. അത് ഇതിന്റെ പിറകെയാണ്.